ഫുഡ് ഇൻഫെക്ഷൻ ആണ്, ഇഞ്ചക്ഷൻ വെക്കണം, എന്നാലേ ഇത് മാറൂ. അയ്യോ വേണ്ട, എന്നാലേ ഇത് മാറൂ. മോക്ക് നല്ല മിടുക്കിയായി സ്കൂളിലേക്ക് പോണ്ടേ? അമ്മ എനിക്ക് സൂചി പേടിയാ, പറ അമ്മയുടെ അടുത്ത്. മോൾ എന്തിനാ പേടിക്കുന്നേ? അമ്മയില്ലേ അടുത്ത്, എന്നാലേ അസുഖം മാറൂ. വേണ്ട, കുറച്ച് കഴിഞ്ഞ് മാറിക്കോളാം, നമുക്ക് വീട്ടിലേക്ക് പോവാം. സിസ്റ്റർ, ഈ കുട്ടിയെ ഇഞ്ചക്ഷൻ ചെയ്യാൻ ഒന്ന് പിടിക്കൂ. അയ്യോ വേണ്ട, പറ അമ്മേ, എനിക്ക് പേടിയാ. അയ്യോ എവിടെ ഡോക്ടർ? സ്വപ്നായിരുന്നു. ഇപ്പഴും ഒരു ആശ്വാസമായി. എന്റെ വയറുവേദന മാറിയല്ലോ. അമ്മേ അമ്മേ, എന്റെ വയറുവേദന ഫുള്ള് മാറി അമ്മേ. അമ്മ ആദ്യമേ പറഞ്ഞതല്ലേ രാവിലെ എണീക്കുമ്പോഴേക്കും എല്ലാം മാറുമെന്ന്. അമ്മയുടെ ആ മരുന്ന് കൊള്ളാം. അല്ല ചേച്ചി എവിടെ? ഓ അവിടെ ഇരിപ്പുണ്ടോ? എന്തേ? ഓ ചേച്ചി ഇന്നലെ എന്തൊക്കെയാ പറഞ്ഞിരുന്നേ? എനിക്ക് സ്കൂളിൽ പോവാൻ കഴിയൂല, എന്നെ ഡോക്ടർ സൂചി വെക്കും. ഇപ്പൊ എങ്ങനെയുണ്ട് അമ്മേ? എനിക്കിന്ന് സ്കൂളിൽ പോവാലോ? ഇന്ന് മാത്രം ഈ ആവേശം കാണും. വേഗം അവിടെ ഇരിക്കി, അമ്മ ചായ എടുത്തു തരാം. അമ്മ ഇന്നും ദോശ തന്നെ, നമുക്ക് വേറെ എന്തെങ്കിലും ഉണ്ടാക്കിക്കൂടെ? ബെസ്റ്റ്, ഇന്നലെ പുട്ടായിരുന്നില്ലേ, എന്നിട്ടാണ് നീ എന്നും പറയുന്നേ? ഓ അധികവും ഇവിടെ ദോശയല്ലേ. നീ സംസാരിച്ചിരിക്കാതെ വേഗം കഴിക്കാൻ നോക്ക്, ഫസ്റ്റ് ഡേ തന്നെ ബസ് കിട്ടൂലട്ടോ. ചേട്ടൻ പറഞ്ഞതിൽ കാര്യമുണ്ട്, നമുക്ക് ഈ ദോശ അല്ലാതെ വല്ല ബർഗറോ സാൻഡ്വിച്ച് ഒക്കെ ഉണ്ടാക്കിക്കൂടെ? ബെസ്റ്റ്, അത് മതിയോ? രാവിലെ തന്നെ ബിരിയാണിയും മന്തിയും ആക്കിയാലോ? അത് മതിയമ്മേ, ഞാൻ പറയാൻ നിൽക്കുമായിരുന്നു. മിണ്ടാതിരുന്ന് കഴിക്കാൻ നോക്ക്. അവളൊരു ബിരിയാണിയും മന്തിയും. ഇന്നലെ തന്നെ വയറുവേദന പറഞ്ഞ് നിലവിളിച്ചത് ഓർക്കുന്നില്ല നീ? നിനക്കത് തന്നെ വേണം. ഓ ചേച്ചി ചിരിക്കണ്ട, ബിരിയാണി കിട്ടിയാൽ ചേച്ചി കഴിക്കല്ലോ. പാറു, നിന്നോടാ ഞാൻ പറഞ്ഞത് മിണ്ടാതിരുന്ന് കഴിക്കാൻ. എന്നിട്ട് 3 പേര് പോയി റെഡി ആവാൻ നോക്കി. എനിക്കിവിടെ 100 കൂട്ടം പണിയുണ്ട്. ഇങ്ങനെ ഉണരുമ്പോഴേക്കും ഒരു വിധം കഴിക്കണം. 3 ആള് വേഗം കഴിക്കാൻ നോക്കി. ശരി അമ്മേ. പാറു, നിന്നോട് പ്രത്യേകിച്ച് പറയുക, മുഴുവനും കഴിക്കണം കേട്ടോ നീ?